റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം.
കഴിഞ്ഞില്ല. ഇല്ല. ക്ലാസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ നല്ലപോലെ പാടിയെന്ന് തോന്നുന്നല്ലേ? നമ്മളെന്നും ഈ പാട്ടല്ലേ പാടുന്നത്? വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഡയലോഗ്സ് ഇമിറ്റേറ്റ് ചെയ്യാമോ? ഞങ്ങൾ കുറച്ച് ഡയലോഗ്സ് ഇമിറ്റേറ്റ് ചെയ്യും. അത് ഗസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനം കിട്ടും. ഓ അത് ശരി. വലിയ വലിയ സമ്മാനങ്ങളാണോ നിങ്ങളാണോ കൊടുക്കുന്നത്? ആ ശരി, എന്നാ പിന്നെ ആയിക്കോട്ടെ. കുഞ്ഞുങ്ങൾ 2-3 ഡയലോഗൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. അത് ആരാണെന്ന് പറയുന്നവർക്ക് വലിയ വലിയ സമ്മാനങ്ങളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് തുടങ്ങിക്കോ. ശരി. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് എന്ത് ചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാനും. നീ പോ മോനെ ദിനേശ. എല്ലാവർക്കും പ്രൈസ് കൊടുക്കും. സിനിമയിലാന്നറിയാം. ഇനി അടുത്തത് മോളാ. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. പറഞ്ഞത് അക്കരെ 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 നാടോടിക്കാൻ ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാകില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. ഇവിടെ ഇവിടെ ഒരെണ്ണം ഇവിടെയും കൊടുക്കണം. ഇവിടെ ഒരെണ്ണം അവിടെ ഒരെണ്ണം കൊടുത്തോ. ചോക്ലേറ്റ് ഉണ്ടോ? ബാക്കപ്പ് ഉണ്ട്. ഇവിടുന്നാണ് ആദ്യം പറഞ്ഞത്. ഓർമ്മയുണ്ടോ ഈ മുഖം? ബാക്കി പറ. നമ്മളല്ലേ എപ്പോഴും ഡയലോഗൊക്കെ പറയുന്നത്. ഇനി ആന്റി ഒന്ന് കാണിക്കും. അയ്യോ, ഇനി ആന്റിയോ? ഈശ്വര, ആന്റി പറഞ്ഞ ഇവരാരെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്യുമോ? അവര് ഐഡന്റിഫൈ ചെയ്താൽ കളിയാക്കിയത് അതിന് മൈൻഡ്. മോന്റെ ഒരു ഉറപ്പിൽ, മോൻ തന്ന കോൺഫിഡൻസിന്റെ ഉറപ്പിൽ ഞാനെണ്ണം കാണിക്കാം. ആരെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് സഹായിച്ചേക്കളെ. മറക്കണോടോ ഞാൻ? എന്തൊക്കെ മറക്കണോടോ ഞാൻ? എന്റെ ലക്ഷ്മി, എന്റെ മഹാലക്ഷ്മി. താങ്ക് യു. എന്നെ രക്ഷിച്ചു. രണ്ടിടത്തും കൂട്.
ഒഴിവാ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെയും പ്രോഗ്രാം എല്ലാവരും ആസ്വദിച്ചെന്ന് കരുതുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അന്ന് ഇതുപോലെ അടുത്ത വർഷവും ഇതുപോലെ ഇതേ കുടക്കീഴിലിരുന്ന് നമുക്ക് ഇതേപോലെ പ്രോഗ്രാം അടുത്ത വർഷവും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാണ് വരുന്നത്. ഈ വർഷം അങ്ങനെ തന്നെ പറയുന്നു. അടുത്ത വിഷുവിനും ഇതേപോലെ സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും എല്ലാവരും നല്ലപോലെ അടുത്ത വർഷവും ഈ വിഷു നമുക്ക് ആഘോഷിക്കാനുള്ള അവസരം ദൈവം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഹാപ്പി വിഷു.